ഒട്ടമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം വിശുദ്ധ മദീന സൗദി ഭരണകൂടത്തിന്റെ കൈകളിലേക്ക് വന്നപ്പോൾ മസ്ജിദുൻ നബവി വികസിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതായി ഹിജ്റ 1368 അബ്ദുൽ അസീസ് രാജാവ് പ്രഖ്യാപിച്ചു. ഹിജ്റ 1372 അബ്ദുൽ അസീസ് രാജാവിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ പുത്രൻ സൗദ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. സുൽത്താൻ അബ്ദുൽ മജീദ് ഖാൻ നിർമ്മിച്ച കെട്ടിടത്തിന്റെ നടുമുറ്റത്തിന് തെക്കുവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ പള്ളിയുടെ അതിർത്തിക്ക് നേരെയുള്ള ഭാഗം 4056 ചതുരശ്ര മീറ്റർ സ്ഥലം പൂർവ്വസ്ഥിതിയിൽ നിലനിർത്തി പിൻഭാഗവും ഇരുപാർശ്വങ്ങളും പൊളിച്ച് കുറെ കൂടി സ്ഥലം കൂട്ടിച്ചേർത്ത് വികസിപ്പിച്ച് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. തുർക്കി സുൽത്താൻ നിർമ്മിച്ച പള്ളിയുടെ 6246 ചതുരശ്ര മീറ്റർ സ്ഥലം പൊളിച്ചും 6024 ചതുരശ്ര മീറ്റർ സ്ഥലം പുതുതായി കൂട്ടിച്ചേർത്തും മൊത്തം 12270 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പള്ളി നിർമ്മിച്ചത്. നൂണുകളും മച്ചും ഇരുമ്പ് കമ്പികളും കോൺക്രീറ്റും ഉപയോഗിച്ചാണ് പണിതത്.